നമസ്കാരം. ഞാൻ അനിൽകുമാർ. AK ഇൻഫർമേഷൻ്റെ നഗരസഭയിലെ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്തിൽ നമ്മൾ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് സംസാരിച്ചു. രണ്ടാം ഭാഗത്തിൽ കെട്ടിട നികുതി ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനെ പറ്റിയും, ഇന്ന് മൂന്നാം ഭാഗത്തിൽ ഞാൻ പറയുന്നത് വിവിധ പെൻഷനുകളെ പറ്റിയാണ്. നമുക്കതിലേക്ക് കിടക്കാം. പ്രധാന പെൻഷനുകൾ: ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കും. BPL വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. രണ്ടാമതായി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭർത്താവ് മരിച്ച 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ലഭിക്കും. ഇതും BPL വിഭാഗക്കാർക്ക് മാത്രമാണ്. മൂന്നാമതായി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ അംഗപരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്ന സഹായമാണിത്. നാലാമതായി, വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ 50 വയസ്സിന് മുകളിലുള്ള വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കും അപേക്ഷിക്കാം. അഞ്ചാമതായി, 60 വയസ്സ് പൂർത്തിയായവർക്കുള്ള സാമൂഹ്യ പെൻഷൻ മാസം തോറും വീടുകളിലും ഇത് എത്തിക്കുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 60 വയസ്സ് പൂർത്തിയായവർക്കുള്ള പെൻഷൻ മറ്റ് സാമൂഹിക പെൻഷനുകളോ ക്ഷേമ പെൻഷനുകളോ സർക്കാർ പെൻഷനുകളോ വാങ്ങുന്നവർക്ക് ലഭിക്കുന്നതല്ല. ഇതിനു വേണ്ട രേഖകൾ: ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വയസ്സ് തെളിയിക്കുന്ന രേഖകൾ, വികലാംഗ സർട്ടിഫിക്കറ്റ്, മറ്റ് ഇതിനാവശ്യമായ വില്ലേജ് ഓഫീസ് വഴി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, വാർഡ് മെമ്പറുടെ കത്ത് എന്നിവ അനിവാര്യമാണ്. എങ്ങനെ അപേക്ഷിക്കാം? തദ്ദേശ വകുപ്പിൻ്റെ KSMART ആപ്പ് വഴിയോ ക്ഷേമ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.